കൂട്ടക്കുരുതികൾ കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് തന്നെ പറയാം. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ ആരോട് ചോദിക്കാനാണ്? വ്യക്തമായ ഉത്തരം ആരു നൽകാനാണ്? എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊല അറിഞ്ഞ് കേരള ജനതയുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപേയാണ് തിങ്കളാഴ്ച അടുത്ത കൂട്ടക്കൊലയുടെ വാർത്തകളാൽ കേരളം നിറഞ്ഞത്. 23കാരൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിക്കൊണ്ട് ചെയ്ത കൊലപാതകങ്ങൾ വിവരിച്ചപ്പോൾ പോലീസുകാർ പോലും ഒരു നിമിഷം സ്തംഭിച്ചു. അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് നടന്ന കുഞ്ഞനിയനെ അടക്കം 5 പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഇത്തരം കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാകാം? കുറ്റകൃത്യങ്ങളുടെ പുറകിലും പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകം തീർച്ചയായിട്ടും ഈ ലഹരിയാണ്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ലഹരി നമ്മുടെ തലച്ചോറിനെയാണ് ആത്യന്തികമായി ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും നമ്മൾ അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ്ങും നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നുള്ള ഒരു വിശകലനവും ഒക്കെ നമ്മുടെ തലച്ചോറിലാണ് ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറിന് നമ്മുടെ പുറത്തൊരു നിയന്ത്രണമുണ്ട്. ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ജനിച്ചു വളരുന്ന സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കും. നാട്ടിലുമൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന പല സിനിമകളിലുമൊക്കെ തന്നെ വളരെ അതിക്രൂരമായ കൊലപാതക രംഗങ്ങളാണ് കാണുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ പല കൊലപാതകങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു ക്യാമറയൊക്കെ ദൂരെ വെച്ചുകൊണ്ടൊരു സീൻ ചിത്രീകരിക്കുന്നതും ക്യാമറ വളരെ അടുത്തു നിന്നൊരു സീൻ ചിത്രീകരിക്കുന്ന തമ്മിലൊരു വ്യത്യാസം. നമ്മൾ അടുത്തു നിന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ കുത്തുന്നതൊക്കെ വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയായി ഇത്തരം സിനിമകളിൽ കാണിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ ഈ 96-ന് ശേഷം ജെൻ സി എന്നൊക്കെ പറയുന്ന ഒരു തലമുറ അധികവും ഈ വീഡിയോ ഗെയിമുകളിലൊക്കെ കണ്ട് വളർന്നവരാണ്. ഈ വീഡിയോ ഗെയിമുകളിലൊക്കെയുള്ള കൊലപാതകങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ക്രൂരമായ രീതിയിൽ അതിലുള്ള കൊലപാതകങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഉൾപ്പെടെ ഒരു കുഞ്ഞിനെയൊക്കെ ഗ്യാസ് കുറ്റി കൊണ്ടിടിച്ച് കൊല്ലുന്നതായും ഗർഭിണിയായ ഒരു യുവതിയുടെ വായിലേക്ക് കുത്തി ഇറക്കുന്നതും പിന്നെ ഭ്രൂണത്തെ വയറ് കീറി എടുക്കുന്നതും. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എഡിറ്ററൊക്കെ ഒരു ചാനലിൽ വന്നിരുന്ന് വളരെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ എനിക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ആ ചിരിയോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഇതിനേക്കാൾ വലിയ വയലൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിനും ഈ യുവതലമുറയ്ക്കും കൊടുക്കുന്നത് എന്നുള്ളത് അവരൊന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. സമീപകാലത്ത് മലയാളത്തിലിറങ്ങിയ സിനിമകളിൽ കുറ്റവാളികൾക്ക് വീരനായക പരിവേഷം നൽകുന്നതും യുവാക്കളിൽ അക്രമവാസന വളർത്തുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞരും സാമൂഹ്യ ചിന്തകരും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത് ആളുകൾ ഉൾക്കൊള്ളുന്നതിൻ്റെ പ്രശ്നമാണെന്നും പറയപ്പെടുന്നുണ്ട്. കൂട്ടക്കൊലപാതകങ്ങൾ പരമ്പരയാകുകയാണ്. ആലുവ കൂട്ടക്കൊല 2001 ജനുവരി 6-നാണ് ആലുവയിലെ മാഞ്ഞൂരാൻ വീട്ടിലെ കുടുംബാംഗങ്ങളെയെല്ലാം കൊല്ലപ്പെടുന്നത്. ആലുവ പൈപ്പ് ലൈൻ റോഡിലുള്ള ആ കൂട്ടക്കൊലപാതകം പുറംലോകം അറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. പോലീസ് എത്തി വീടിനകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. മുൻവശത്തെ മുറിയിലും അടുക്കളയിലും രക്തം തളം കെട്ടിക്കിടക്കുകയാണ്. 2 സ്ത്രീകൾ അടുക്കളയിൽ മരിച്ചു കിടക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും 2 കുട്ടികളും മുൻവശത്തുള്ള മുറികളിലും. ഒരാൾ ശ്വാസം മുട്ടി മരിച്ച നിലയിലാണ്. 6 പേർക്കും വെട്ടേറ്റ നിലയിലായിരുന്നു. പ്രതിയായത് ബന്ധുവായ ആന്റണിയും. പണം നൽകാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞതിലെ വൈരാഗ്യമായിരുന്നു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. കൊലയ്ക്ക് ശേഷം സൗദിയിലേക്ക് രക്ഷപ്പെട്ട ആന്റണിയെ കേരളത്തിലേക്ക് എത്തിച്ച് 2001 ജൂലൈ 18-ന് അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് CBI ഏറ്റെടുത്ത കേസിൽ 2006-ൽ ഹൈക്കോടതി ആന്റണിക്ക് തൂക്കുമരണം വിധിച്ചു. 2018-ൽ സുപ്രീം കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് അനുവദിക്കുകയായിരുന്നു. കൂടത്തായി കൂട്ടക്കൊലക്കേസ് 14 വർഷത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ കൂടത്തായിൽ ജോളി കവർന്നെടുത്തത് ഒരു കുടുംബത്തിലെ 6 പേരുടെ ജീവനായിരുന്നു. പ്രതി കുടുംബത്തിൽ തന്നെയുള്ള സ്ത്രീയാണെന്ന് ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത്. +2 യോഗ്യത മാത്രമുള്ള ജോളി NIT പ്രൊഫസറായി വേഷം കെട്ടിയതും സയനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം സിനിമാ കഥ പോലെയാണ് കേരളം കേട്ടിരുന്നത്. 2019 ഒക്ടോബർ 5-നായിരുന്നു മുഖ്യപ്രതി ജോളി അറസ്റ്റിലായത്.
കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. സയനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മറ്റ് 5 കൊലപാതകങ്ങളിലും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. നന്ദൻകോട് കൂട്ടക്കൊല. സാത്താൻ സേവയ്ക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ കേഡലിനെ മറന്നിട്ടുണ്ടാകില്ല കേരളം. ജീവൻ കൊടുത്ത ആത്മാവിനെ വേർപെടുത്തുന്നത് പരീക്ഷിച്ചതാണെന്നായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴി. വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെയും സഹോദരിയെയും വീടിന്റെ മുകളിലത്തെ നിലയിലെത്തിച്ച ശേഷം മഴ ഉപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കേഡലിന്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. കൊലക്കുപയോഗിച്ച മഴ വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്നും കേഡലിന്റെ മൊഴിയിലുണ്ടായിരുന്നു. ജീവൻ പത്മ, രാജ തങ്കം, കരോലിൻ എന്നിവരുടെ മൃതദേഹം വീടിന്റെ മുകളിലത്തെ നിലയിലെ ബാത്റൂമിൽ കത്തിക്കരഞ്ഞ നിലയിലും ലളിതയുടേത് താഴത്തെ നിലയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ചേന്ദമംഗലം കൊലപാതകം. എറണാകുളം ചേന്ദമംഗലം പേരെപ്പാടത്ത് ദമ്പതിമാരെയും മക്കളെയും വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്ന സംഭവമുണ്ടായത് കഴിഞ്ഞ മാസമാണ്. പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. വേണുവും കുടുംബവും അപകീർത്തിപ്പെടുത്തുന്നതിനാലാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു ഋതു പോലീസിന് കൊടുത്ത മൊഴി. നെന്മാറ കൂട്ടക്കൊലപാതകം. പാലക്കാട് കൊല്ലങ്കോട് പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകം നൽകിയ ഭയവും ചെറുതായിരുന്നില്ല. പോത്തുണ്ടി തിരുത്തമ്പാടം ബായൽ നഗറിൽ അപ്പായുടെ ഭാര്യ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെയാണ് പ്രതി ചെന്താമര കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ എന്ന അന്ധവിശ്വാസം കൊടുമ്പിരി കൊണ്ടാണ് ചെന്താമര കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ പരോളിനിറങ്ങിയാണ് സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. മക്കളെയും മാതാപിതാക്കളെയും ഉൾപ്പെടെ യുവതി കൊലപ്പെടുത്തിയ പിണറായി കൂട്ടക്കൊലയും 2018 ജൂലൈ 29 തൊടുപുഴ കമ്പക്കാനത്ത് നടന്ന കൂട്ടക്കൊലയും നാടും നാട്ടുകാരും ഭീതിയോടെയായിരുന്നു കേട്ടിരുന്നത്. ഇത്തരം കൊലപാതകങ്ങൾക്ക് മുതിരുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മാറി മാറി വരുന്ന ചിന്താഗതികളും രീതികളുമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇതിനൊരു പരിഹാരം എന്തായിരിക്കാം? ഇനിയൊരു കൂട്ടക്കുരുതിക്ക് കളമൊരുങ്ങുന്നതിന് മുമ്പ് യുവത്വ ചിന്താഗതികളെ ഒരു പരിധിവരെയെങ്കിലും മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം.